65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 0488423265. ഉത്രളികാവ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. സമിതി പ്രസിഡന്റായി PR സുരേഷ് കുമാറിനെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ ക്രമീകരിച്ചത്. ഉത്രാളിക്കാവ് ഉപദേശക സമിതി യോഗത്തിൽ 41 പേർ പങ്കെടുത്തു. ആകെ 14 അംഗ സമിതി രൂപീകരണത്തിനായി 32 പേരുകൾ ഉയർന്നു വന്നതോടെ ആദ്യഘട്ടത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് 14 അംഗ ഭരണസമിതിയെ നിശ്ചയിച്ചത്. തുടർന്ന് 14 അംഗങ്ങളിൽ നിന്നും ഉപദേശക സമിതി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരുകൾ ഉയർന്നു വന്നതോടെ തുടർന്ന് ഈ 14 അംഗങ്ങളിൽ നിന്നും ഉപദേശക സമിതി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരുകൾ ഉയർന്നു വന്നതോടെയാണ് മത്സരം കടുപ്പമേറിയതായത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മുൻ എങ്കക്കാട് ദേശം പ്രസിഡന്റുമായ TP ഗിരീശൻ, നിലവിലെ എങ്കക്കാട് ദേശം പ്രസിഡന്റും മുൻ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുമായ PR സുരേഷ് കുമാർ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വന്നത്. ഇരുവരും മത്സരരംഗത്ത് ഉറച്ചു നിന്നതോടെ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. സമിതിയിലെ 14 അംഗങ്ങളിൽ 7 പേരുടെ പിന്തുണയോടെ PR സുരേഷ് കുമാർ പ്രസിഡന്റായി വിജയിച്ചു. എതിർത്തു മത്സരിച്ച TP ഗിരീഷിന് 5 വോട്ടുകളാണ് ലഭിച്ചത്. ഇതോടെ സമിതി പ്രസിഡന്റായി PR സുരേഷിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. സെക്രട്ടറിയായി K കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റായി മീന പുഷ്പരാജിനെയും ജോയിന്റ് സെക്രട്ടറിയായി ജയേഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. ട്രഷററായി ദേവസ്വം ഓഫീസറും തെരഞ്ഞെടുക്കപ്പെട്ടു. You are watching VCV News.